ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ വാരഫലത്തെയാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങം 9 മുതൽ 15 തീയതി വരെയുള്ള 7 ദിനങ്ങളാണ്. അതായത് 2024 ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 31 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത് നവഗ്രഹങ്ങളിൽ. ഓഗസ്റ്റ് 26 തീയതി ചൊവ്വ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് ഏതെല്ലാം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശുക്രൻ ഓഗസ്റ്റ് 24 തീയതി ശനിയാഴ്ച തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു ഗ്രഹം ചൊവ്വ, സത്വബലവാനായ ഗ്രഹം, ശക്തമായി തൻ്റെ സാന്നിധ്യം ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകും. മറുഭാഗത്ത് കാമങ്ങളുടെ, ഭോഗങ്ങളുടെ, ഭൗതിക സുഖങ്ങളുടെ ഗ്രഹമായ ശുക്രൻ, അസുരാചാര്യൻ അതിനീചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ശുഭാശുഭ ഫലങ്ങളുമൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഇവിടെ തുലാം രാശിക്കാർക്ക് 5-ാം ഭാവത്തിൽ ശനി, 6-ൽ രാഹു, 7-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ വ്യാഴം, 9-ാം ഭാവത്തിൽ ചൊവ്വ, 10-ാം ഭാവത്തിൽ ബുധൻ, 11-ൽ സൂര്യൻ, 12-ൽ ശുക്രൻ, കേതു. തുലാം രാശിക്കാരോട് ഏറ്റവും അധികം സൂക്ഷ്മമായി പറയുന്നു, 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വില്ലനാണ്, കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്. കൃഷപക്ഷേ വിപക്ഷാഭിഭൂത, താൻ ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു വിഷയം, അനാവശ്യമായി തൻ്റെ ധൈര്യം 9-ൽ ചൊവ്വയാണ്, ധീരത സ്ത്രീകളോട് കാണിക്കുന്നു. താല്പര്യമില്ലാത്ത ഭാര്യയെ സെക്സിനൊക്കെ പ്രേരിപ്പിച്ച് അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന സമയമാകുന്നു. അനാവശ്യമായി സെക്സിനോടുള്ള, രതിയോടുള്ള ആസക്തി വരുന്നു 7-ലെ ചന്ദ്രൻ. യേശു തീവ്രമതോ മതേ, തീവ്രമായ മതം, കാമം, അത് ചെലവഴിക്കേണ്ടുന്ന വാരമല്ല ഇത്. സ്ത്രീജനങ്ങളെ കൊണ്ട് അപവാദങ്ങളും അപമാനങ്ങളും നേരിടുന്നു എന്നൊരു പ്രത്യേക ഫലമുണ്ട്. ഇവിടെയാണ് WCCയുടെ പ്രസക്തിയൊക്കെ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ചോദ്യ നക്ഷത്രക്കാരായ സിനിമക്കാർ, അപഖ്യാതികൾ ധാരാളം കേൾക്കേണ്ടുന്ന സമയമാകുന്നു. പലപ്പോഴും അഷ്ടമത്തിലെ വ്യാഴം വരുമ്പോൾ വികാരങ്ങൾ വിചാരങ്ങളെ കീഴ്പ്പെടുത്തുന്നു, തനിക്ക് അറിവ് നഷ്ടപ്പെടുന്നു പെട്ടെന്ന്. അതിനാൽ അതൊക്കെ വളരെ മോശപ്പെട്ട മാനസികമായ അവസ്ഥയെ പ്രാപിക്കുന്നു. തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇവിടെ നിർബന്ധമായും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം തുലാം രാശിക്കാർ. നന്നായി ദേവീപ്രീതി ചെയ്യണം. വെള്ളിയാഴ്ച ദേഹമൊട്ടി ചെയ്യണം. പ്രത്യേകിച്ച് ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ വളരെ ദോഷപ്പെട്ട സമയമാകുന്നു. ഷുഗർ മൂർച്ഛിക്കുന്ന സമയമാകുന്നു. സംഘർഷങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ധൈര്യം, സാഹസികത ഈ വാരം തുലാം രാശിക്കാർക്ക് പറ്റില്ല, അപകടത്തിലേക്ക് എത്തിച്ചു ചേരും. 10-ലെ ബുധൻ അധികം സംസാരിക്കാതെ തന്നെ ചില കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. മധ്യസ്ഥത വഹിക്കുമ്പോൾ ധൈര്യം കൂടിയിട്ട് അത് വിജയപഥത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നു. ധീരമായി കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും 9-ലെ ചൊവ്വ. ആരെയും കൂസാത്ത പ്രകൃതമായിരിക്കും 9-ലെ ചൊവ്വ. അതിന് 10-ലെ ബുധനും 11-ലെ ആദിത്യനും സഹായിക്കുന്നു നിങ്ങളെ, തുലാം രാശിക്കാരെ. അപവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. കർമ്മവിഷയം, ധനവിഷയം നല്ലതാണ്, അത് നന്നായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തതായി വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രാശിയാകുന്നു. 4-ാം ഭാവത്തിൽ ശനി, 5-ൽ രാഹു, 6-ൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 9-ൽ ബുധൻ, 10-ാം ഭാവത്തിൽ ആദിത്യൻ, 11-ൽ ശുക്രൻ, കേതു. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ചാരവശാൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ലതാണ്. ഭാവാധിപനായ ചൊവ്വ ഏറ്റവും ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി പ്രയത്നകൃതേ ഭൂയതേജ ഉപസർഗേഹി. എത്ര പ്രയത്നിച്ചാലും തടസ്സങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകും 8-ൽ ചൊവ്വ വന്നാൽ. താൻ സൽക്കരിച്ച സുഹൃത്ത് തന്നെ ശത്രുവാകുന്നു. അതിനാൽ സൗഹൃദത്തിനെ വളരെയധികം ശ്രദ്ധിക്കുക. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. അമ്മയെ ശുശ്രൂഷിക്കേണ്ട യോഗമില്ല.
അമ്മ ശത്രുവായിത്തീരുന്നു, അച്ഛൻ ശത്രുവായിത്തീരുന്നു. അതിനാൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന ഒരു വലിയ ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്നു വൃശ്ചികൻ രാശിക്കാർ. അച്ഛനെയും അമ്മയെയും മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന ആ ആപ്തവാക്യം ഓർമ്മിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്തുക. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിഭിഹി പ്രീതിം വിദധ്യാത്തയോഹോ. മരിച്ചുപോയവരാണെങ്കിൽ നമുക്ക് പ്രേതകർമ്മം ചെയ്ത് അവരെ ബലികർമ്മം ചെയ്ത് സന്തോഷിപ്പിക്കാം. ജീവിച്ചിരിക്കുന്ന ദേവതകളാണെങ്കിൽ അവരെ ശുശ്രൂഷ ശ്രോതമിച്ഛ, അവർ പറയുന്നത് കേൾക്കുക. അവർക്ക് സാമ്പത്തികമായ സഹായം വേണമെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള കാര്യം വൃശ്ചികൻ രാശിക്കാർ ചെയ്യുക. സ്വതവേ വൃശ്ചികൻ രാശിക്കാർ ജനക ഗുരുവിയുക്ത, തൻ്റെ ഗുരുവിനെയും പിതാവിനെയും വിട്ടുനിൽക്കുന്നവരാണ്. ഒരു പ്രതിപത്തി ഇവരോട് കാണാറില്ല. അതിനാൽ ഈ ഒരു വാരം അതിന് കാര്യമായി ശ്രമിക്കുക. തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കുവാനുള്ള ഒരു യോഗമുണ്ടാകുന്നു 9-ലെ ബുധൻ. അതിനാൽ മാനസികമായ സംഘർഷങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകമാകും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. 9-ലെ ബുധൻ ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ഇന്ന് കാലത്ത് എൻ്റെ തളിപ്പറമ്പിലൊരു ക്ലൈൻറ്റ്, അവർ കാശിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ അവരോട് 3 മാസം മുമ്പേ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് ഗംഗയിൽ പോയി കുളിക്കുവാനുള്ള അസുലഭമായ സൗഭാഗ്യം വരുമെന്ന്. അവരെന്നെ ഗംഗയിൽ നിന്നും വിളിച്ചിരുന്നു. ഇതാണ് തീർത്ഥാടനം. അവർ അനുഭവിക്കുന്ന ഒരു സുഖം, അത് ആത്മീയമായ സുഖമാണ്. ഭൗതിക സുഖത്തെക്കാളും ആത്മീയമായ സുഖമുണ്ടാക്കുന്ന ഒരു നിർവൃതി, അത് അനുഭവവേദ്യമാക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. കർമ്മമേഖലയിൽ പ്രതിസന്ധികളൊന്നുമില്ല. പല വിവാഹ തീരുമാനങ്ങൾക്കും അനുകൂലമായ സമയമാണ്. 11-ലെ ശുക്രൻ അതിനൊക്കെ സഹായിക്കും. നീചസ്ഥനാണെങ്കിൽ അതേ രീതിയിൽ ശ്രദ്ധിക്കണം. മറ്റ് പല സൗഹൃദങ്ങളും വഴിവിട്ട സൗഹൃദങ്ങളിലൂടെ മാനസിക ക്ലേശങ്ങളില്ലാതെ നോക്കുക. വീടുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ തീരുമാനങ്ങൾക്ക് എടുക്കാം. ഭൂമി വാങ്ങാം, അല്ലെങ്കിൽ സ്ഥാപത്യ കർമ്മങ്ങൾക്കായി കുറ്റിക്കാരനെയൊക്കെ കണ്ട് അതിന് ഉത്സാഹിക്കാവുന്നതാണ്. മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന രാശിയാകുന്നു. ധനുരാശിക്കാർക്ക് ഇന്ന് 7-ാം ഭാവത്തിൽ ചൊവ്വയാണ്. 3-ൽ ശനി, 4-ൽ രാഹു, 6-ൽ വ്യാഴം, 7-ൽ ചൊവ്വ, അഷ്ടമത്തിൽ ബുധൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, 10-ാം ഭാവത്തിൽ ശുക്രൻ, കേതു. പലപ്പോഴും കർമ്മമേഖലയിൽ ചില ചാഞ്ചാട്ടങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു വിദേശയാത്രയ്ക്കൊക്കെ അനുകൂലമായ സമയങ്ങളൊക്കെ സമാഗതമാവും. പക്ഷെ അവിടെ വില്ലനായി 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അനുദ്വാരഭൂതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തിഹി. വ്യാപാരം ഹേതുവായിട്ട് യാത്ര ചെയ്യുവാനും വിവാഹം ഹേതുവായിട്ട് 100 കണക്കിന് വാതിലുകൾ മുട്ടുവാനും 7-ലെ ചൊവ്വ ഇടവരുത്തുന്നതാണ്. ഒരു ഭാഗത്ത് കർമ്മമേഖലയിൽ സഞ്ചരിക്കേണ്ട യോഗമുണ്ട്. അതിനാൽ ചൊവ്വാഴ്ചകളിൽ ചൊവ്വ മാറുന്നത് വരെ വളരെ ഭംഗിയായിട്ട് കർമ്മമുട്ട് ശത്രുമുട്ട് ഒക്കെ ചെയ്യുക നാളികേരം കൊണ്ട്. എന്നിട്ട് ചൊവ്വയുടെ ദോഷങ്ങളെ മാറ്റുക. ധാരാളം ശത്രുദോഷത്തിന് സമയമാകുന്നു. അതിനാൽ ശത്രു സംഹാര കുരുതി പുഷ്പാഞ്ജലി ചെയ്യുക. അഷ്ടമത്തിലെ ബുധൻ വിദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാക്കും. ഈ ചൊവ്വയെ സന്തോഷിപ്പിച്ച് അത് നേടുക. 9-ലെ സൂര്യൻ ധനുരാശിക്കാർക്ക് സ്വതവേ പിതൃധനി, അച്ഛൻ്റെ ധനം കിട്ടേണ്ട മക്കളാണെന്ന് പറയാറുണ്ട്. അവിടെ പിതൃകാരകനായ സൂര്യൻ 9-ൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ആനുകൂല്യങ്ങൾ ധാരാളം ലഭിക്കും. പക്ഷേ 9-ൽ സൂര്യൻ നിൽക്കുന്നത് അച്ഛൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിനാൽ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്ക് ചെയ്യുന്നത് വളരെ ഗുണമാണ്. 10-ലെ ശുക്രൻ നഴ്സസ്, കർമ്മമേഖലയിൽ ആരോഗ്യവുമായി ബന്ധപ്പെടുന്ന പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ കൈവരുന്ന സമയമാകുന്നു. അവർക്ക് ലാഭമുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് നഴ്സിങ്ങിന് പോകുന്ന കുട്ടികൾക്കൊക്കെ വിദേശയാത്രയ്ക്ക് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കാൻ ഈ ബുധൻ സഹായകരമാണ്. ലഗ്നാധിപനായ ഗ്രഹം 6-ൽ നിൽക്കുന്നു, ഉപജയരാശിയിൽ നിൽക്കുന്നു. ഇവിടെ ചെറിയൊരു അധിയോഗമുണ്ട് ഇന്ന് രാശി. തസ്മിൻ ചമ്മുവ സജീവ. ചില ഉത്തരവാദിത്തങ്ങൾ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക കർമ്മമേഖലയിൽ. ആ രീതിയിൽ തനിക്കൊരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കാൻ ധനുരാശിക്കാർക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ശാരീരികമായി വാതരോഗത്തെ ശ്രദ്ധിക്കേണ്ട വാരമാണ്. 3-ലെ ശനിയും 9-ലെ ചൊവ്വയും അധികമായ ആഗ്നികമായ എനർജി വരുമ്പോൾ പാർഷ്യൽ പാരാലിറ്റിക് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത കാണുന്നു. ഇയർ ബാലൻസിങ്ങിനെയും വളരെയധികം ശ്രദ്ധിക്കണം. ഏതായാലും തുലാം, വൃശ്ചികം, ധനുരാശിക്കാർക്ക് ശോഭനമായ ഒരു വാരത്തെ കാക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.